ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമ്മൾ ഇന്ന് DLED മാത്സുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് വിലയിരുത്തലിൻ്റെ 3 തലങ്ങളാണ്. 3 ലെവൽസ് ഓഫ് അസസ്മെൻറ്റ് അല്ലേ? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് 3 തരത്തിലാണ് വിലയിരുത്തലുള്ളത്. ഇത് നമ്മൾ സൈക്കോളജിയിൽ ഓൾറെഡി പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാം. ഇത് തന്നെ 2-3 സബ്ജക്റ്റിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് DLED തന്നെ. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. പഠനത്തെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനത്തെ വിലയിരുത്തുക, ഒരു കുട്ടി പഠിച്ച കാര്യം എത്രത്തോളമായി എന്ന് നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എക്സാംസ് ആണ് അല്ലേ? അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ വർക്ക്ഷീറ്റുകളാണ്. ഇതൊക്കെ പഠനത്തെ വിലയിരുത്താനാണ് ഉപയോഗിക്കുന്നത്. പഠനത്തെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ, ആ കുട്ടിയുടെ പഠനത്തെ നമ്മൾ വിലയിരുത്തുക. പഠനത്തെ വിലയിരുത്തണമെങ്കിൽ ആ കുട്ടിയെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് പേപ്പർ ഇടിപ്പിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മെയിൻ എക്സാമിൽ എത്ര മാർക്കുണ്ട് ആ പേപ്പർ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് ചെയ്യിപ്പിക്കണം. ഇതൊക്കെയാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന ടെക്സ്റ്റുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പഠനബോധന പ്രക്രിയയുടെ ഒരു നിശ്ചിത ഘട്ടത്തിനു ശേഷം കുട്ടികൾ എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തി അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന രീതിയാണിത്. നിശ്ചിത ഇടവേളകളിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം, പഠന നിലവാരം, നേടിയ അറിവ് എന്നിവ വിലയിരുത്തുന്നു. അപ്പോൾ ഒരു നിശ്ചിത ഘട്ടത്തിന് ശേഷം നടത്തുന്ന വിലയിരുത്തലാണ് എന്ത്? പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അത് ക്ലാസ് ടെസ്റ്റുകളായിരിക്കാം, യൂണിറ്റ് ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ മെയിൻ എക്സാം ആയിരിക്കാം. അതൊരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷമായിരിക്കും നടത്തുന്നത്. നിശ്ചിത ഇടവേളകളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കുട്ടിയുടെ പുരോഗതി മാറുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ചിലപ്പോൾ ഡള്ളായിരുന്ന കുട്ടി കുറച്ച് ഗുഡായി വരാം, അല്ലെ ചിലപ്പോൾ ഗുഡായി നിന്ന കുട്ടി ചിലപ്പോൾ താഴെ പോകാം. അങ്ങനെ പല രീതിയിൽ കുട്ടിയുടെ പുരോഗതിയെ നമുക്ക് നോക്കിക്കാണാൻ, വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വിലയിരുത്തലിലൂടെ. ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ടെസ്റ്റ്, വാർഷിക പരീക്ഷകളൊക്കെയാണ്. നിശ്ചിതമായ ഇടവേളകളിൽ കുട്ടിയുടെ മാറ്റം, പഠന നിലവാരം, അറിവ് എന്നിവ വിലയിരുത്താൻ ഈ ഒരു രീതി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. കുട്ടി പഠിക്കണം, എങ്ങനെങ്കിലും കുട്ടി പഠിക്കണം. ഇതൊക്കെ പഠനത്തിനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ, പഠനത്തെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും അവസാനം കുട്ടി പരീക്ഷ എഴുതുകയാണ് അവിടെ. പക്ഷെ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ പഠനത്തിനായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നടത്തുന്ന വിലയിരുത്തലാണ്. അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഇടയ്ക്ക് കുട്ടികളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. ബോർഡിൽ വിളിച്ച് ഇപ്പൊ മാത്സ് ആണെങ്കിൽ ആ ഇക്വേഷൻ ഇട്ട് ഈ കണക്കൊന്ന് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ അത് കോണളവ് കണ്ടുപിടിക്കാനാണെങ്കിൽ അത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ ഒക്കെ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ കുട്ടികളെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് ചെയ്യിപ്പിച്ചു നോക്കും. അപ്പൊ ആ സമയത്ത് കുട്ടികൾക്ക് എന്താണ്? ഭയങ്കര പേടിയായിരിക്കും. ഇപ്പൊ ഈ ടീച്ചർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇപ്പൊ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വിളിക്കുന്നതിനാന്നൊക്കെ വിചാരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നവർക്ക് പരീക്ഷയുടെ ടൈമിലാണ് മനസ്സിലാവുള്ളൂ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നടത്തുന്ന വിലയിരുത്തലാണ്, ആ ഒരു അറ്റ് ടൈം തന്നെ നടത്തുന്നതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. പഠന പ്രക്രിയക്കിടയിൽ അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പഠനത്തെ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അറിവിന്റെ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്, അല്ലെ? ഇത് തുടർച്ചയായ പ്രക്രിയയാണ്. എല്ലാ പീരീഡുകളിലും നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം, തുടർന്ന് പോകാം. പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മൾ കുട്ടികളെ വിലയിരുത്തി പോകുന്നു. തുടർച്ചയായ പ്രക്രിയയാണ്. ഇനി വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുമ്പോൾ അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ്. കുട്ടി സ്വയം വിലയിരുത്താണ്. ഞാൻ ഇന്നത്തെ പരീക്ഷയിൽ എങ്ങനെ എഴുതി, എനിക്ക് എത്ര മാർക്ക് കിട്ടും, ഞാൻ ഇനി നന്നായി എഴുതിയോ, ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ, അത്തരത്തിൽ കുട്ടി സ്വന്തമായിട്ട് വിലയിരുത്തുന്നതാണ് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളെയും ധാരണകളെയും കുട്ടി സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. സ്വയം വിലയിരുത്തലിനും സഹപാഠി വിലയിരുത്തലിനും ഇതിൽ പ്രാധാന്യമുണ്ട്, അല്ലെ? നമ്മൾ കമ്പയർ ചെയ്യാൻ ശരിക്കും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടികൾ കമ്പയർ ചെയ്യുന്നത് പ്രശ്നമാകുന്ന രീതിയിലല്ലായിരിക്കും, അല്ലെ? നമ്മൾ സാധാരണ പറയില്ലേ,
അയ്യോ നീ ഇങ്ങനെയാണോ എഴുതിയത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നീ ഇങ്ങനെയാണോ എഴുതിയത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്, അപ്പൊ നീ കുറച്ചും കൂടി കൂട്ടി എഴുതണമായിരുന്നു, അല്ലെങ്കിൽ നീ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണമായിരുന്നു, അപ്പൊ ആണോ ഞാൻ ശരിയാണല്ലോ, ഞാൻ ഇതും കൂടി യൂസ് ചെയ്ത് എഴുതണമായിരുന്നു. അങ്ങനെ പോസിറ്റീവ് ടൈപ്പിലുള്ള സഹപാഠി വിലയിരുത്തലാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റിവിറ്റി അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത് മൈൻഡിലേക്ക്. അപ്പൊ സ്വയം വിലയിരുത്തല് അതുപോലെ തന്നെ സഹപാഠി വിലയിരുത്തലിനും ഇതിൽ വളരെ പ്രാധാന്യമുണ്ട്. സെൽഫ് അസസ്മെന്റ് ആൻഡ് പീർ അസസ്മെന്റ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ പങ്കുവെക്കാൻ, പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കാൻ, ആവശ്യമില്ലാത്തത് കളയാൻ ഒക്കെ വേണ്ടിയിട്ടാണ് പീർ ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ വിലയിരുത്തലുകളാണ് നോക്കിയതല്ലേ. 3 തരം വിലയിരുത്തലുകളാണ് ഉള്ളത്. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കറക്റ്റ് ഇതെന്താണെന്നുള്ളത് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ പഠനത്തെ വിലയിരുത്തുകയാണ്. ആ കുട്ടി പഠിച്ചതിന് നമ്മൾ വിലയിരുത്തണമെങ്കിൽ അത് ഒരു പീരീഡ് കഴിയുമ്പോൾ നടത്തുന്ന എക്സാംസ് ആയിരിക്കാം. പഠനത്തിനായി വിലയിരുത്തുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ബോർഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഇതേപോലെ അറ്റ് ടൈം ചെയ്യിപ്പിക്കുന്നത്. വിലയിരുത്തൽ തന്നെ പഠനം ആസ് ലേണിംഗ് ആണ് അല്ലേ. സ്വന്തമായി കുട്ടി വിലയിരുത്തുന്നു. ഇവിടെ സെൽഫ് അസസ്മെന്റ് അതുപോലെ പീർ അസസ്മെന്റും വരുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ ഈ 3 തലങ്ങളും വളരെ പ്രധാനമാണ്. കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. ഇത് പഠനത്തിലെ പോരായ്മകൾ തിരിച്ചറിയാനും ഉടൻ പരിഹാരം കാണാനും അധ്യാപകരെ സഹായിക്കും അല്ലേ. ഈ 3-ൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠനത്തിനായുള്ള വിലയിരുത്തലല്ലേ. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു, എന്തോ കുറച്ച് വായിച്ചു കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെ. ചിലപ്പോൾ ആ സബ്ജക്റ്റ് സ്വന്തം കഴിവ് കൊണ്ട് പല പല ക്ലാസ്സുകളും കണ്ട് കുറെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തി എഴുതുന്ന കുട്ടിക്ക് ജയിക്കാൻ സാധിക്കും. അതല്ലാതെ എല്ലാ ദിവസവും ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഒരു ഭാഗം പഠിച്ചതിന് ശേഷം ആ ഭാഗത്തെ കുറിച്ച് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്ത് ആ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നും ചോദിച്ച് എപ്പോഴും ഇന്ററാക്റ്റീവായിട്ട് ആ ഒരു ക്ലാസ് കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് ക്ലാസ് റൂമിൽ നിന്ന് തന്നെ ആ പഠിപ്പിച്ച ഭാഗത്തെ കുറിച്ചിട്ടുള്ള എല്ലാം മൈൻഡിലേക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പഠനത്തിനായുള്ള വിലയിരുത്തലിന് അതുകൊണ്ട് പ്രാധാന്യമുണ്ട്. ആ ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് ആ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് അത് അന്നത്തെ ദിവസം തന്നെ പറഞ്ഞു പോവുകയാണ്. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി ടീച്ചർ കൊടുക്കുവാണ് അന്ന് തന്നെ. അപ്പോൾ കുട്ടിക്ക് അതൊരു റിവിഷൻ കൂടിയായി മാറുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്. ശരിക്കും ചില ടീച്ചേഴ്സൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ചോദ്യം ചോദിക്കണ്ടെന്ന് തോന്നും. പക്ഷെ ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ പരീക്ഷയ്ക്ക് ആ ഒരു ഉത്തരം എഴുതാൻ സാധിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര വലുതായാലും എത്ര വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കോഴ്സുകൾക്ക് ചേർന്നാലും ടീച്ചർമാർ റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ശല്യമായി തോന്നുമെങ്കിലും പിന്നീട് നമുക്കത് ഉപകാരപ്പെടും. ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്. ഞാൻ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് കരുതി പിള്ളേരെ അലോസരപ്പെടുത്തി എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇടയ്ക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഇടയിലൊക്കെ ഒന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കൊടുക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോൾ അവന് കിട്ടില്ല. അപ്പൊ നമ്മൾ അവനെ കൊണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ടും പറയിപ്പിക്കുക. അപ്പൊ അവനത് കിട്ടും. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വിലയിരുത്തലുകളാണ് നോക്കിയത്. 3 തരം വിലയിരുത്തലുകളാണ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്